നമസ്കാരം. ഹാംസ്റ്റർ കോമ്പാറ്റിലെ ഡെയിലി കോംബോ കാർഡ്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ കൊച്ചു വീഡിയോ. ഇത് ആദ്യത്തെ പേജ് ഓപ്പണിംഗ് പേജാണ്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ പേജാണ്. ഇതിൽ നിന്നും രണ്ടാമത്തെ മൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. മൈൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. ഇതിൽ ഒരെണ്ണം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തു പോയി. യൂട്യൂബ് ഗോൾഡ് ബട്ടൺ എന്നുള്ള കാർഡാണ് അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് സ്പെഷ്യൽ എന്നുള്ള ഈ സെക്ഷനിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. സ്പെഷ്യൽ എന്നൊരു സെക്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ടാബിൽ നിന്നാണ് ഈ കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത കാർഡുകൾ നമ്മൾ ഈ 4 മാർക്കറ്റ്, PR ടീം, ലീഗൽ എന്നുള്ളതിൽ തിരഞ്ഞു നോക്കണം. നമുക്ക് മാർക്കറ്റിൽ തിരഞ്ഞു നോക്കാം എന്തെന്നാണ് ആ കാർഡിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ആ കാർഡുകൾ. ഇന്നത്തെ കാർഡുകൾ ഈ 3 എണ്ണമാണ്. IT ടീം, പ്രോഡക്റ്റ് ടീം, യൂട്യൂബ് ഗോൾഡ് ബട്ടൺ. ഇതിൽ യൂട്യൂബ് ഗോൾഡ് ബട്ടൺ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി IT ടീമും പ്രോഡക്റ്റ് ടീമും എന്ന കാർഡുകളാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് മാർക്കറ്റിലൊന്ന് തിരഞ്ഞു നോക്കാം. മാർക്കറ്റിൽ തിരഞ്ഞു നോക്കുക ഓരോ കാർഡുകൾ. ഫാൻ ടോക്കൺ, സ്റ്റേക്കിംഗ് അങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ BTC, ITC, ടോപ്പ് 10 അങ്ങനെ കുറേ നോക്കുമ്പോൾ അത് ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമുക്ക് PR ടീം എടുത്ത് നോക്കാം. PR ടീമിൽ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ IT ടീം ഇതാ ഇവിടെ കണ്ടു. IT ടീം ഇവിടെ കണ്ടു. അതിനടുത്ത് തന്നെ ഈ രണ്ടാമത്തെ കാർഡും കാണുന്നുണ്ട്, പ്രോഡക്റ്റ് ടീം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ IT ടീമിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ IT ടീമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 47.68,000 പോയിൻറ്റ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. അതിന് 3.31K നമുക്ക് ഡെയിലി കളക്ഷനിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക, ഞാനിത് ചെയ്യണം. ഇത് ചെയ്തപ്പോൾ ഇവിടെ അത്ര K ഒന്നും ഇല്ല കേട്ടോ. വെറും 472.472K ഇതിൽ കിട്ടുള്ളൂ നമുക്ക് ഡെയിലി ക്രെഡിറ്റ് ആയിട്ട്. 47,000 സാരമില്ല, അത് പ്രശ്നമില്ല, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി ഗോ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക. ഗോ ഹെഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതായത് സക്സസ് ആയി. ഡെയിലി കോംബോയിൽ ഈ കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി പുറകോട്ട് വരിക, ഡിലീറ്റ് ചെയ്യുക, വീണ്ടും പ്ലേ ചെയ്യുമ്പോൾ വീണ്ടും ഇതാ വന്നു. അപ്പോൾ 1.73K എനിക്കിപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് പോയിൻറ്റ്സ്. ഇനി വീണ്ടും മൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് IT കാർഡും ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി മൂന്നാമതായിട്ട് ഒരു കാർഡ് കൂടി ഉണ്ടായിരുന്നല്ലോ. ഏതാണ് ആ കാർഡ്? പ്രോഡക്റ്റ് ടീം എന്ന കാർഡാണ്. ആ കാർഡ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ആ കാർഡ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ കണ്ടതാണല്ലോ. ഇവിടെ P&R ടീമിലാണ് ആ കാർഡ് കണ്ടത്. ഇപ്പോൾ തന്നെ ചെയ്ത കാർഡിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇതാണ് പ്രോഡക്റ്റ് ടീം എന്ന കാർഡാണിത്. ഈ കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെങ്കിൽ 42.81K നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതിന് നമുക്ക് 1.57K കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തു. 1.7K ഒന്നുമില്ല, വെറും 210.210K നമുക്ക് കിട്ടുള്ളൂ. 42,000 നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വലിയ ഒരു സംഖ്യ ആണല്ലോ കിട്ടാൻ പോകുന്നത്, 50 lakh. ക്ലിക്ക് ചെയ്തതിൽ ഇതും സക്സസ്സായി വിജയിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? 5,000 അതായത് 50 ലക്ഷം കോയിൻ ഇവിടെ കിട്ടാൻ പോവുകയാണ്. ടേക്ക് ദ പ്രൈസ് ഈ ബട്ടണിൽ അമർത്തുക, എന്നാലേ പ്രൈസ് കിട്ടുള്ളൂ. ഓക്കെ, ക്ലെയിം സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറകിലോട്ട് വരാം. ഇവിടെ ക്ലെയിം ഇതിൽ കയറിയിട്ടുണ്ട്. 3,98,00,000 ആയിട്ടുണ്ടത്. ഓക്കെ, അതിനനുസരിച്ച് ഇവിടെ നമ്മൾ പ്രത്യേകം ഈ പ്രോഫിറ്റ് പെർ ഹവർ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ മുകളിൽ ടോപ്പ് കോർണറിൽ അത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഈ കാർഡുകളൊക്കെ എടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതാണ് ഡെയിലി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ ആഡായിട്ടുണ്ട്. അത് അത്രയും കൂട്ടിയെടുക്കുന്നോ അത്രയും എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ്
ഈ കാർഡുകൾ എടുക്കുക. ഇനി ഈ കാർഡുകൾ കിട്ടാനായിട്ട് പല പല സോഴ്സുകളിൽ നിന്നും കിട്ടും. പല ഗ്രൂപ്പുകളിലും ഈ കാർഡ് വരുമ്പോൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് നോക്കി നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് എവരിബഡി.